വലിയ ആയുധ കയറ്റുമതിക്കാരാക്കുന്നതിൽ നിന്ന് ഇനി ഒരു ശക്തിക്കും തടയാനാവില്ല. വമ്പൻ പ്രഖ്യാപനവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മഹാരാഷ്ട്രയിലെ സിദ്രിയിൽ പുതിയ വെടിക്കോപ്പ് നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇത്തരമൊരു ആത്മവിശ്വാസപരമായ പരാമർശം നടത്തിയിരിക്കുന്നത്. പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അടുത്ത 25 മുതൽ 30 വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതിക്കാരിൽ ഒന്നായി തന്നെ മാറും എന്നൊരു വലിയ പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇക്കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായിരുന്ന ഇന്ത്യ എന്നാൽ ഇനി സ്ഥിതി വലിയ രീതിയിൽ മാറാൻ ഒരുങ്ങുകയാണ്. സ്വദേശീയ സാങ്കേതിക വിദ്യയും പ്രതിരോധ ഉൽപാദന ശേഷിയും ഇന്ത്യയെ പുതിയൊരു ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. പ്രതിരോധ വ്യവസായ രംഗത്ത് സ്വകാര്യ മേഖല കൂടുതൽ സജീവമായി തന്നെ മുന്നോട്ട് വരണമെന്നും രാജ്നാഥ് സിംഗ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സർക്കാർ സ്വകാര്യ മേഖലാ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന രംഗത്ത് ഒരു വളർച്ച സാധ്യമാകുന്നത് എന്നതാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ഇതിനായി തന്നെ രാജ്യത്തിനകത്തെ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുക, വിദേശ ആശ്രയം കുറയ്ക്കുക, ആധുനിക ആയുധ സംവിധാനങ്ങൾ സ്വദേശീയമായി തന്നെ വികസിപ്പിക്കുക എന്നിവയ്ക്കാണ് കേന്ദ്ര സർക്കാർ പ്രധാനമായും തന്നെ ഊന്നൽ നൽകുന്നത്. അടുത്ത വർഷങ്ങളിലായി തന്നെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്നും മിസൈൽ സംവിധാനങ്ങൾ, ആർട്ടിലറി, റഡാർ, പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവയ്ക്കായി തന്നെ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുമായി സഹകരണം ശക്തമാക്കുകയാണ് എന്നതാണ് ഇപ്പോൾ കേന്ദ്രം അവകാശപ്പെടുന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി തന്നെ പ്രതിരോധ മേഖലയെ ആഗോള ശക്തിയാക്കാനുള്ള നീക്കങ്ങൾ വേഗം തന്നെ ഇവിടെ ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ വലിയ രീതിയിൽ അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ നിർണായകമായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി തന്നെ പ്രതിരോധ വ്യവസായത്തിൽ സ്വകാര്യ മേഖലയുടെ സജീവ പങ്കാളിത്തം അദ്ദേഹം അവകാശപ്പെട്ടു. അതുപോലെ മഹാരാഷ്ട്രയിലെ ഹർഷിതയിൽ പുതിയ വെടിക്കോപ്പ് നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായി തന്നെ കണക്കാക്കപ്പെടുന്ന ഇന്ത്യയെ അടുത്ത 25 മുതൽ 30 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരായി തന്നെ മാറ്റുന്നതിൽ നിന്ന് തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് പോലും കഴിയില്ല എന്ന ആത്മവിശ്വാസമാണ്, അല്ലെങ്കിൽ അത്തരമൊരു ദൃഢനിശ്ചയമാണ് അദ്ദേഹം ഇവിടെ പകർന്നു നൽകുന്നത്. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം 50% തന്നെ ഉയരുകയാണ്. അതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിന്റെ ദീർഘവീക്ഷണവും സ്വകാര്യ മേഖലയുടെ നൂതന ആശ്രയവും ഒത്തുചേരുമ്പോൾ രാജ്യം പുതിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്നും, പ്രതിരോധ മേഖലയിൽ വെറും നട്ടും ബോൾട്ടും പോലും വിതരണം ചെയ്യുന്നവരല്ല സ്വകാര്യ മേഖല, മറിച്ച് അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നവരാണ്. ഇന്ത്യയെ യുദ്ധോപകരണങ്ങളുടെയും ഓട്ടോമേഷന്റെയും കേന്ദ്രമാക്കി മാറ്റാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ഇവിടെ എല്ലാവരോടും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സിപ്രി ആംസ് ആൻഡ് ട്രാൻസ്പോർട്ട് ഡാറ്റാബേസ് പ്രകാരം നിലവിലെ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതി രാജ്യം അമേരിക്കയാണ്. ആയതിനാൽ തന്നെ ഈ റിപ്പോർട്ട് ഇപ്പോൾ വലിയ രീതിയിൽ ആഗോള ആയുധ കയറ്റുമതിയിൽ 0.2% വിഹിതം മാത്രമാണ് ഇന്ത്യക്കുള്ളത്. കൂടാതെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ് ഇപ്പോഴും ഇന്ത്യയുള്ളത്. ഈ സാഹചര്യത്തിലാണ് വരും വർഷങ്ങളിൽ വലിയ മുന്നേറ്റം നടത്താൻ ഇന്ത്യ ലക്ഷ്യമിടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.